reflect on India's rich historical legacy as a global leader. Priyanka Gandhi, the Wayanad MP, has gone to her constituency and addressing a public meeting. Let's watch it live. Of course, I know about the night ban. I know about the man-animal conflict, the need for health services, the need for better educational institutions. But I am now here to fight for all of this, to work with you, to understand them properly from you. I will come to you. I will come to your houses. I will meet with you. The doors of my office are open to you. The doors of my home are open to you. Anytime that you need anything, I am here to help with it, to serve you. എനിക്ക് ഇവിടുത്തെ രാത്രിയാത്രാ നിരോധനത്തെ കുറിച്ചറിയാം, വന്യജീവി സംഘർഷങ്ങളെ കുറിച്ചറിയാം, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളും നിങ്ങൾക്ക് വേണമെന്നുള്ള പ്രശ്നത്തെ കുറിച്ചറിയാം. പക്ഷേ ഇത് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ നിങ്ങളിലേക്ക് വരും. നിങ്ങളെ അത് ആഴത്തിൽ എനിക്ക് നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. എൻ്റെ ഓഫീസിന്റെ വാതിലുകൾ, എൻ്റെ വീടിന്റെ വാതിലുകൾ എല്ലായ്പ്പോഴും ഇവിടുത്തെ ജനങ്ങൾക്കായി നിങ്ങൾക്കായി തുറന്നു കിടക്കും. I know that you will miss my brother, but I also assure you that I will leave no stone unturned in trying to make for you a stronger, better future, whether you are a farmer from Wayanad. ജനങ്ങൾക്കായി നിങ്ങൾക്കായി തുറന്നു കിടക്കും. I know that you will miss my brother, but I also assure you that I will leave no stone unturned in trying to make for you a stronger, better future, whether you are a farmer from Wayanad, whether you are a shopkeeper, a businessman, whether you are a friend of mine, a sister, all of you who live here, who work here, I will work with you to improve your life and to make a stronger future for you. എനിക്കറിയാം, എൻ്റെ സഹോദരൻ ഇവിടെ ഇല്ലാത്തപ്പം അദ്ദേഹത്തെക്കുറിച്ചുള്ള നഷ്ടബോധം നിങ്ങൾ അനുഭവിക്കും. അദ്ദേഹത്തെ മിസ് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭാവമില്ലാത്ത വിധത്തിൽ ഞാൻ കഠിനമായി പരിശ്രമിച്ച് ഇവിടുത്തെ ഒരു കർഷകരാകട്ടെ, ചെറുകിട കച്ചവടക്കാരനാകട്ടെ, ഇവിടെയുള്ള എൻ്റെ സഹോദരിയായ സുഹൃത്തായ ഒരു സിസ്റ്റർ ആകട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്നാൽ ആവും വിധം പ്രയത്നിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. I want to thank my brother for all the work he did here for the last 5 years. കഴിഞ്ഞ 5 വർഷങ്ങളായി വയനാട്ടിൽ എൻ്റെ സഹോദരൻ ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുകയാണ്. It is because of your faith in him and your belief in him that you have put your trust in me as well. അദ്ദേഹത്തിൽ നിങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ടാണ് നിങ്ങൾ എന്നിലും ആ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. I want to thank all the leaders who are assembled here and all the leaders, all the workers of the UDF who came out in support of me, who worked very, very hard to make this election what it became and to make it a possibility for me to win. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച എല്ലാ ഐക്യജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരെയും നേതാക്കളെയും എന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ സഹായിച്ചത്, സാധ്യമാക്കി തീർത്ത എല്ലാവരോടും ഞാൻ ഇവിടെ നന്ദി പറയുകയാണ്. And as I said in the beginning of my speech, I thank each and every one of you for the love you have given me. I will not disappoint you. ഞാൻ ഈ സംഭാഷണത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും, വയനാട്ടിലെ ഓരോരുത്തരോടും നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഒരിക്കലും ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. നന്ദി, ഓരായിരം നന്ദി. ഹാരാർപ്പണം ചെയ്യുന്നു CK കാസിം, ബാബു പൈക്കാട്ടിൽ, CJ ആന്റണി, KT മൻസൂർ, MT അഷ്റഫ്, PG മുഹമ്മദ്, BP റഷീദ്. നന്ദി പ്രകടനത്തിനായി ബാബു പൈക്കാട്ടിൽ ക്ഷണിക്കുന്നു. ഓഫീസിന്റെ വാതിലുകൾ, എൻ്റെ വീടിന്റെ വാതിലുകൾ എല്ലായ്പ്പോഴും ഇവിടുത്തെ ജനങ്ങൾക്കായി നിങ്ങൾക്കായി തുറന്നു കിടക്കും. I know that you will miss my brother, but I also assure you that I will